അവന്റെ അതിപരിസമയം നാം വാഴ്ത്തപ്പെട്ടു. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവജന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. ഏതൻ തോട്ടത്തിന്റെ അനുഭവത്തെക്കുറിച്ചാണ് നമ്മൾ വായിച്ച വചനം എന്ന് പറയുന്നത്. ഫ്രൈസറോ, കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും, ഫ്രൈസറോ, തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, ഇതെല്ലാം നിലത്തുനിന്ന് ദൈവം മുളപ്പിച്ച് മനോഹരമായ നിലയിൽ ഏദൻ തോട്ടത്തെ നിർത്തിയിരിക്കുക. പ്രൈസലോ, ഈ ഏദൻ തോട്ടത്തെക്കുറിച്ച് അതിന്റെ ചരിത്രഭാഗത്തോടെ നമ്മൾ നോക്കി പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവിടെ ഏദൻ എന്ന് പറയുന്നത് വിശാലമായ ഒരു രാജ്യത്തെ ഉദ്ദേശിച്ച വലിയൊരു രാജ്യമായിട്ടാണ് ഏദനെ ബൈബിൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലേലൂയ. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള അല്ലേലൂയ ഒരു വലിയ തോട്ടം തന്നെയാണ്. അപ്പൊ ഏതെന്ന് പറഞ്ഞ വലിയൊരു രാജ്യമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ആ തോട്ടത്തിലുണ്ട്. മനുഷ്യന് വേണ്ടിയിട്ട്, പക്ഷി പറവജാതികൾക്ക് വേണ്ടി, മൃഗങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അല്ലേലൂയ. എന്നാൽ ചില ചിത്രകാരന്മാർ പറയുന്നത് ഏതൻ ഒരു മരുഭൂമിയായിരുന്നു എന്നാണ്. ഏതൊരിക്കലും മരുഭൂമിയല്ല. അങ്ങനെ ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് വ്യാജ ഉപദേശമാണ്. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാത്തത് കൊണ്ടാണ് ഏദൻ ഒരു മരുഭൂമി എന്ന് പറയുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം നിങ്ങൾ 2-ാം അധ്യായം പഠിച്ചു നോക്കി. ഏദൻ എന്ന് പറയുന്നത് ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം കൂടെ വായിച്ചു പഠിക്കുമ്പോൾ ദൈവം കിഴക്ക് ഏദൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വലിയൊരു രാജ്യത്തിന് സമാനമാണ്. എല്ലാ സൗകര്യങ്ങളും കൂടിയാണ്. ഒരിക്കലും മരുഭൂമിയല്ല. പ്രൈസലോ. എന്നാൽ ഏദൻ സകലവിധ ഫലമൂലാത്തികളും, സകലവിധ ഫലവൃക്ഷങ്ങളും നിറഞ്ഞ ഒരു മനോഹരമായ തോട്ടമാണ്. എല്ലാവിധ ഫലങ്ങളും നിറഞ്ഞ മനോഹരമായ ഒരു വലിയ തോട്ടമാണ് ഏദൻ. അവിടെ നിന്നും അല്ലെങ്കിൽ ക്ഷാമം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഏദന്റെ ഒന്നിനും ക്ഷാമം ഉണ്ടായിരുന്നില്ല. ആദിമ കാലഘട്ടമല്ല കേട്ടോ, ഇന്നത്തെ പോലല്ല. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 23:1 പറയുന്ന പോലെ, അന്നും യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല പറയുന്ന നിലയിൽ തന്നെ ദാവീദ് പറഞ്ഞ പോലെ തന്നെ അന്ന് അമനോഹരമായ പട്ടണമായിരിക്കുന്ന, വലിയ രാജ്യമായിരിക്കുന്ന, എല്ലാവിധ സകല ഫലമുലാദികൾ കൊണ്ടും നിറയപ്പെട്ട ഏദൻ പട്ടണത്തിൽ, ഏദൻ എന്ന് പറയുന്ന രാജ്യത്തിൽ ഒന്നിനും മുട്ടുണ്ടായിരുന്നില്ല. അല്ലേലൂയ. അവിടെ എല്ലാം സുലഭമായി ലഭിച്ചിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഈ തോട്ടത്തിൽ ദൈവം നിർത്തിയ 2 വിശിഷ്ട വൃക്ഷങ്ങളെ കുറിച്ച് ആണ് പറയുന്നത്. ഒന്ന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും മറ്റൊന്ന് ജീവവൃക്ഷവും. 2 വൃക്ഷവും ദൈവം അവിടെ നട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ജീവവൃക്ഷം. ഇതിൽ 1-ാമത്തെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കർശനമായ നിർദ്ദേശം ദൈവം മനുഷ്യന് നൽകിയിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ മരണമായിരിക്കും പരിണിത ഫലം. അനുസരിച്ചില്ലെങ്കിൽ അളക്കണം. ഇതിനെ തിന്നരുതെന്ന് പറഞ്ഞാൽ തിന്നാൽ അനുസരണക്കേട് കാണിച്ചാൽ മരണം. ഹല്ലേലൂയ. ആ വൃക്ഷത്തിന് എന്തെങ്കിലും നിലയിലുള്ള ദൈവശക്തി ഉണ്ടായിരുന്നത് കൊണ്ടല്ല അത് തിന്നുന്നാളി മരിക്കുമെന്ന് പറഞ്ഞത്. പിന്നെ ദൈവകൽപ്പന നിരസിക്കുന്നത് കൊണ്ടാണ്, ഹല്ലേലൂയ, ദൈവകൽപ്പന തിരസ്കരിക്കുന്നത് കൊണ്ടാണ് മരണം സംഭവിക്കുന്നത് പറഞ്ഞത്. അല്ലാതെ ആ മരത്തിന് വലിയ ദൈവശക്തിയോ വലിയ ഒന്നുമില്ല. ഇന്ന് ചില ആളുകളൊക്കെ മരങ്ങളെ പൂജിക്കുന്നുണ്ട്. മരത്തിനൊന്നും വലിയ ദൈവശക്തിയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതാം തോട്ടത്തിലെ മരത്തിനാണ് വേണ്ടിയത്. പക്ഷെ ദൈവകൽപ്പന നിരസിക്കുന്നവർക്ക് മരണം വരും എന്നുള്ളതിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ജീവവൃക്ഷത്തെക്കുറിച്ച് യാതൊരു വിശദീകരണവും വേദപുസ്തകത്തിൽ നൽകുന്നില്ല. അതും തോട്ടത്തിന്റെ നടുവിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ വൃക്ഷഫലം തിന്നാൽ നിത്യകാലം ജീവിക്കുവാൻ കഴിയുമായിരുന്നുവെന്ന്
നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3:22 വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവം വ്യക്തവും ശക്തവുമായിട്ടുള്ള നിയമങ്ങൾ നമുക്ക് തന്ന് ആ നിയമത്തിന്റെ പരിരക്ഷയ്ക്കകത്ത് ഞാനും നിങ്ങൾ ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം വലിയ മനോഹരമായ ഏദൻ പട്ടണം, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാവിധ വൃക്ഷങ്ങളും. അപ്പം മനുഷ്യന്റെ ഉള്ളിൽ കടന്നു വന്ന മോഹങ്ങളാണ്, ആഗ്രഹങ്ങളാണ്, ആശകളാണ്, ഇച്ഛകളാണ്, പ്രലോഭനങ്ങളാണ്, പ്രോത്സാഹനങ്ങളാണ്. ആമേൻ. ദൈവകൽപ്പന ആമേൻ ലംഘിക്കത്തക്ക നിലയിൽ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം മനുഷ്യനെ കണ്ട് സാത്താൻ തീറ്റിച്ചു. പിശാച് അവനെ കണ്ട് ഭക്ഷിപ്പിച്ചു, അവളെ കണ്ട് ഭക്ഷിപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം ദൈവകൽപ്പന നിരസിച്ചപ്പോൾ ആ തിരസ്കരണമാണ് അവർക്ക് മരണം സംഭവിച്ചത്. തിന്നുന്നാളിൽ മരിക്കുമെന്ന് പറഞ്ഞത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവം നമ്മോട് കൽപ്പിച്ച പ്രമാണത്തിനകത്ത് ഞാനും നിങ്ങളും നിൽക്കുന്നില്ല എങ്കിൽ ദൈവത്തോട് അവനെ മറുതലിച്ച് വെല്ലുവിളിച്ച് ദൈവകൽപ്പനയെ ലംഘിച്ച് നടക്കുന്ന നിന്റെ ജീവിതത്തിൽ പാപമാകുന്ന മരണം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവകൽപ്പന ലംഘിക്കാൻ പാടില്ല. അപ്പം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച ഔവയും ആദവും എന്ത് ചെയ്തു? അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെടുക മാത്രമല്ല, ഏദൻ തോട്ടത്തിൽ ദൈവരെ അടിച്ച് പുറത്താക്കി എന്ന് വേണം പറയാൻ. ലേലിയ. എന്നിട്ട് ഏദന് ആമെ തിരിയുന്ന വാളുകളുമായി ദൈവം കെരൂബുകളെ കാവലാക്കി. മനുഷ്യന് ജീവിക്കുവാൻ വേണ്ടി ഏറ്റവും നല്ല ഉത്തമമായ രീതിയിൽ എല്ലാവിധ ഫലപുലാദികളും അടങ്ങിയ മനോഹരമായ ഒരു പട്ടണമായി, ഒരു രാജ്യമായി ഏദൻ തോട്ടത്തെ ദൈവം നിർമ്മിച്ച് മനുഷ്യനെ അവിടെ ആക്കി സകലത്തെയും വാഴുവാനും നിയന്ത്രിക്കുവാനും ഒക്കെ മനുഷ്യന് അധികാരം കൊടുത്തെങ്കിലും രക്തം ചെയ്യും. ആ അധികാരത്തിന് കീഴിൽ മനുഷ്യൻ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ സാത്താൻ മനുഷ്യനിൽ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെയാണ് കാണുന്നത് കേട്ടോ. ദൈവം നമുക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ഫലസമൃദ്ധിയും തരുമ്പോൾ അതിനകത്ത് നാം ഉറച്ചു നിന്ന് ദൈവത്തിന്റെ കൽപ്പന പ്രമാണിപ്പാൻ കഴിയാതെ നമ്മെ പിശാച് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ദൈവകൽപ്പന ലംഘിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് ഇന്നത്തെ ജനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പാപം വരുമ്പോൾ പാപത്തിൽ മനുഷ്യൻ മരിക്കുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്ന് എഹെസ്കേലിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ അനുദിനം പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പാപത്തിൽ നീ മരിക്കും. അല്ലെങ്കിൽ സ്തോത്രം എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു. എല്ലാം നിലത്തുനിന്ന് മുളപ്പിച്ചത് കൂടാന്ന് ഓർത്തോണം. എന്ന് പറയുക, ഏദൻ തോട്ടത്തിൽ എണ്ണമറ്റ വൃക്ഷങ്ങൾ, അല്ലെങ്കിൽ വിവിധ തരത്തിൽ, വിവിധ നിറങ്ങളിൽ, വിവിധ രുചികളിൽ, വിവിധ സ്വാദ് നൽകുന്ന ഫലം അനവധി ഉണ്ടായിരുന്നു. ഏദൻ എന്ന് പറഞ്ഞ വലിയ രാജ്യത്തിൽ ഇഷ്ടംപോലെ എല്ലാവിധ ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു. അതേസമയം തന്നെ ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷമായി യഹോവയായ ദൈവമുണ്ട്. പുതിയ നിയമസഭയോട് പറയട്ടെ, പഴയ നിയമ ഏദൻ തോട്ടം എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവത്തിന്റെ തോട്ടം സഭയാകട്ടോ. അപ്പം പഴയ ഏദൻ എന്ന് പറയുന്ന വലിയ പട്ടണത്തിനകത്ത് ജീവവൃക്ഷമായി നമുക്ക് കാണുവാൻ കഴിയുന്ന യഹോവയായ ദൈവം ഉള്ളതുപോലെ തന്നെ പുതിയ നിയമ തോട്ടമായിരിക്കുന്ന ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ആരുണ്ട്? യേശു ക്രിസ്തുവുമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം ഇതുണ്ട്, ഏദൻ തോട്ടത്തിൽ ജീവവൃക്ഷമായി യേശു ക്രിസ്തു ഉണ്ടായിരുന്നു. നന്മ തിന്മ അറിയത്തക്ക വൃക്ഷം പോലെ തിന്മയായ സാത്താനും അവിടെ ഉണ്ടായിരുന്നു. നന്മ തിന്മ അറിയത്തക്ക വൃക്ഷം പോലെ തന്നെ തിന്മയായ സാത്താനും അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഏദൻ തോട്ടത്തിൽ വന്നത്. ഹല്ലേലൂയ. എണ്ണമറ്റ സ്വഭാവങ്ങളുള്ള മനുഷ്യരും ഈ ഭൂമിയിലുണ്ട്, നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തിൽ ആവുകയും ആദമിനെയും വശീകരിക്കാൻ വേണ്ടി സാത്താനും ഉണ്ടായിരുന്ന പോലെ വിവിധ സ്വഭാവങ്ങളുള്ള, വിവിധ രീതികളുള്ള, വിവിധ നിറങ്ങളുള്ള, വിവിധ പശ്ചാത്തലങ്ങളുള്ള അനവധി ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരു സഭയ്ക്കകത്തുമുണ്ട്, ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്തുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ ദൈവമക്കളുമുണ്ട്, ദൈവത്തിന്റെ മനോഹരമായ സാന്നിധ്യമുണ്ട്. താമസിക്കുന്ന ഈ ഭൂമിയില് ദൈവമക്കളുണ്ട്,
ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളുണ്ട്. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് യേശു ക്രിസ്തു ഉണ്ട്. ആത്മാവിന്റെ ഫലം കൊടുക്കുന്ന ദൈവമക്കളുമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് നീ കേൾക്കുന്ന ശ്രോതാവി, ദൈവമക്കൾ ആത്മാവിൽ ആരാധിച്ച് ആത്മാവിന്റെ ഫലമാകുന്ന ആത്മീയ ആരാധനയും ആത്മാവിന്റെ ഫലങ്ങളും പുറപ്പെടുവിക്കുവാൻ കാരണം തോട്ടത്തിന്റെ നടുവിൽ ആരുണ്ട്? ജീവവൃക്ഷമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. യേശു തന്നെ നമ്മളോട് പറഞ്ഞ 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ ഇടയിലൊക്കെ ഞാനുണ്ടെന്ന് യേശുവിനോട് പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. അതുകൊണ്ട് തോട്ടത്തിനറിയിൽ ദൈവസാന്നിധ്യമുണ്ട്. അതേ നേരത്തിൽ തന്നെ പാപത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പാപത്തിന്റെ ആത്മാവിനാൽ കളങ്കപ്പെട്ട അനവധി ദുഷ്ടശക്തികളും സഭയ്ക്കകത്ത് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. സഭയ്ക്കകത്ത് മനോഹരമായ ആത്മാവിന്റെ ഫലം കൊടുക്കുന്ന ദൈവമക്കളിൽ നിന്ന് ആരാധിക്കുന്ന സഭയ്ക്കകത്ത് പാപം ചെയ്തിട്ട് അകത്തിച്ചിട്ട് തലേ ദിവസം കള്ളു കുടിച്ചിട്ട് വീടി വലിച്ചിട്ട് സിഗരറ്റ് വെച്ചിട്ട് ഭാര്യ അടിച്ചിട്ട് അവിഹിത ബന്ധങ്ങൾക്കകത്ത് പോയിട്ട് അന്യാരാധന കാണിച്ചിട്ട് അന്ധവിശ്വാസത്തിൽ കൂട്ടുകാരോട് ഈ ലോകത്തിന്റെ സുഖരൂപം ജീവിതം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതും അനവധി ലോകത്തിന്റെ ചെറിയ സുഖങ്ങൾ അകപ്പെട്ടിട്ട് വന്നിരുന്ന് ആരാധിക്കുന്ന ഒരു സഭയ്ക്കകത്തുണ്ടെന്ന്. ആത്മാവിന്റെ ഫലമുള്ളവരും ഇങ്ങനെയുള്ളവരും ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ സഭയ്ക്കത്ത്? എനിക്കത് അനുഭവമാണ്. കാരണം നമ്മൾ പലരെയും കാണുകയും കേൾക്കും, പല സഭകളിലൊക്കെ കയറി ഇറങ്ങും. അപ്പം അവിടെ ആത്മാവിന്റെ ഫലമുള്ളവരും പാപത്താൽ നിറയപ്പെട്ട് കളങ്കിതരായ മനുഷ്യരുമുണ്ട്. ഹല്ലേലൂയ. അതവരെ ദുഷ്ടശക്തികൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ പിന്നിലായി സാത്താൻ നിൽക്കുന്നുണ്ട്. തോട്ടത്തിനിടയിൽ ജീവവൃക്ഷമായിരിക്കുന്ന യേശു നിൽക്കുന്ന പോലെ പാപത്താൽ കറപുരണ്ട പാപത്താൽ കളങ്കിതമായിരിക്കുന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികളും ദൈവസഭയ്ക്കകത്തിരുന്ന് ആരാധിക്കുമ്പോൾ അവരുടെ പിന്നിൽ നിൽക്കുന്നത് സാത്താനാണ്. ആത്മാവിന്റെ വൃക്ഷമായിരിക്കുന്ന ആത്മാവിന്റെ ഫലം കൊടുക്കുന്ന ആത്മീയ ആരാധനയിൽ അഭിഷേകത്തിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് കൂടെ നിൽക്കുന്നത് യേശുവാണ്. പിന്നെ 2 ശക്തികൾ, ഹല്ലേലൂയ, സ്തോത്രം, ഇതൊക്കെ സഭയ്ക്കകത്തുണ്ട്. അപ്പം പാപത്താൽ നിറയപ്പെട്ട് പാപത്താൽ കളങ്കിതമായ സാത്താൻ പിന്നിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികൾ സഭയ്ക്കകത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് സഭയ്ക്കകത്ത് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. അവർക്ക് കണ്ടതെല്ലാം പ്രശ്നമായിരിക്കും, അവർ നോക്കുന്നതെല്ലാം പ്രശ്നമായിരിക്കും, അവർ പറയുന്നതെല്ലാം പ്രശ്നമായിരിക്കും. നന്നായിട്ട് വചനം പ്രസംഗിക്കാൻ പറ്റത്തില്ല, ദൂത് പറയാൻ പറ്റത്തില്ല, വിശുദ്ധരുടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല, ആത്മാവിചനത്തിന് ആരാധിക്കാൻ പറ്റത്തില്ല, അന്യഭാഷയിൽ ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയത്തില്ല, കൃപാവരങ്ങളെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, സഭയ്ക്കകത്ത് സഹോദരി മിണ്ടാൻ പാടില്ല. അങ്ങനെ മിണ്ടാൻ പാടില്ല എന്ന് അമർച്ചയായിട്ട് കൽപ്പിക്കുന്ന പാപത്തിന്റെ സ്വഭാവമുള്ള സാത്താനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു കൂട്ടം ദുഷ്ടശക്തികളും സഭയ്ക്കകത്തുള്ളത് കൊണ്ട് സഭയ്ക്കകത്ത് ഒരു വലിയ യുദ്ധം നേരിടുകയായിരുന്നു. ഹല്ലേലൂയ. ശരിയല്ലേ? അല്ലെങ്കിൽ അല്ലെന്ന് പറയണം, ആണെങ്കിൽ ആണെന്ന് പറയണം കേട്ടോ. പ്രൈസ്. ഞാൻ ശുശ്രൂഷ ഒക്കെ ചെയ്യുന്നുള്ള നിലയ്ക്ക് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പ്രൈസ്. സഭയ്ക്കകത്ത് നല്ലവരും ദുഷ്ടശക്തികളുണ്ട്, ഒരു സംശയമില്ലെന്നേ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സഭയെ നോക്കിയിട്ട് പറ. നിങ്ങൾ പോകുന്ന ആലയത്തിൽ, നിങ്ങൾ പോകുന്ന ആരാധനാലയം ഏതോ അവിടെ നിങ്ങൾ നോക്കിയിട്ട് പറ. പ്രൈസറോ, ഹല്ലേലൂയ. അപ്പം ഇവിടെ നമ്മൾ എല്ലാ അന്ധകാര ശക്തികളുണ്ട്. അപ്പം നിങ്ങൾ സാത്താനെ അടയാളം കണ്ട് അവന്റെ കണ്ണുകളിൽ നിങ്ങൾ പെട്ടുപോയാൽ നിങ്ങൾ തകർന്നത് തന്നെ. സാത്താനെ നിങ്ങൾ പ്രോത്സാഹിപ്പിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ളി അവൻ പറയുന്ന പോലെ കേട്ട്, അവൻ പറയുന്ന പോലെ കണ്ട്, അവൻ പറയുന്ന പോലെ തിന്നു കുടിച്ചൊക്കെ നടന്ന് പുളച്ച് മതിച്ചാൽ നിന്റെ ജീവിതം കട്ടപ്പോക തന്നെ, രക്തം ചെയ്യും. പ്രൈസോ. അപ്പം തോട്ടത്തിന്റെ നടുവിൽ ജീവവൃക്ഷമായിരിക്കുന്ന യഹോവയായ ദൈവം ഉണ്ടായിരുന്നത് പോലെ തന്നെ ആ ദൈവത്തെ തിരസ്കരിക്കുവാൻ, മറുതലിക്കുവാൻ, ആ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാൻ തോട്ടത്തിലേക്ക് കടന്നു കയറിയ ഈ സാത്താൻ സർപ്പം അവൻ ആവുകയും ചതിവിലകപ്പെടുത്തിയതുപോലെ ദൈവസഭയ്ക്കകത്ത് വിശ്വാസികളെ തെറ്റിക്കുന്ന അനവധി ദുരുപദേശകന്മാർ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. ദൈവസഭയ്ക്കകത്ത് ദൈവസഭയെ തെറ്റിക്കുന്ന, ദൈവമക്കളെ തെറ്റിക്കുന്ന, ഉപദേശം തെറ്റിച്ചു കളയുന്ന, ഉപദേശത്തെ കൂട്ടിമാറ്റുന്ന, കള്ള ഉപദേശം, വ്യാജ ഉപദേശം കൊണ്ടുവരുന്ന, അശുദ്ധിയുടെ ഉപദേശം പ്രസംഗിക്കുന്ന, ഹല്ലേലൂയ, ഈ ലോകത്തിന്റെ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ലതും നല്ല ഫലമുള്ളതുമായ അനവധി ചക്കര വാക്കുകൾ, മുഖസ്തുതികളും ഒക്കെ പറഞ്ഞ് പലരും നിന്റെ സഭയ്ക്കകത്ത് കടന്നു വരും. ശ്രോതാവേ, അവയെ നീ തിരിച്ചറിയണം. വിവേചനാത്മാവിൽ രക്തം ചെയ്യണം.
ഈ സാത്താൻ അടിമപ്പെട്ടു പോകരുത്. തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന സഭയ്ക്ക് നടുവിലുള്ള ദൈവ സാന്നിധ്യത്തിൽ, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിൽ നീ ജീവിക്കണം. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനകത്തും എന്തുണ്ടായിരിക്കണം? ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഏദൻ തോട്ടത്തിന്റെ നടുവിൽ യഹോവയായ ദൈവത്തിന്റെ സാന്നിധ്യം, പുതിയ നിയമ സഭയ്ക്കകത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ നമ്മുടെ കുടുംബത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്ക് ആയി ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നമുക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല, പാപം സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം അങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെ, ഇതിവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ, എനിക്ക് യേശു ക്രിസ്തുവാകുന്ന ജീവവൃക്ഷം എന്തുകൊണ്ടെന്നാൽ യേശു ക്രിസ്തുവിനെ തന്നെ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവാകുന്ന ജീവവൃക്ഷം എന്തുകൊണ്ട് നോക്കിയാലും, ഏത് സാഹചര്യത്തിൽ നോക്കിയാലും, ഏത് മേഖലകളിൽ നോക്കിയാലും ദൈവവചനം എങ്ങനെ അരിച്ചു കലക്കി അരിച്ചു കുണിച്ച് പിറുക്കി എടുത്ത് വായിച്ചു പഠിച്ചാലും, വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് വെളിപ്പാട് പുസ്തകത്തിന്റെ 22-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെയും അവിടെ നിൽക്കുന്ന ജീവവൃക്ഷത്തിന്റെ അല്ലെങ്കിൽ ജീവവൃക്ഷമായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ ക്രിസ്തുവിനെ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ എന്തുകൊണ്ടും യേശു ക്രിസ്തു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന മനുഷ്യന്റെ പാപശരീരത്തെ നീക്കിക്കളഞ്ഞിട്ട് മരണത്തിന് വിധിക്കപ്പെട്ട മനുഷ്യനെ മരണത്തിന് വ്യതിരിപ്പിച്ച് നിത്യജീവിലേക്ക് കൊണ്ടുവന്നിട്ട്, ഹല്ലേലൂയ, അവനെ നിത്യതയിൽ എത്തിക്കുവാൻ വേണ്ടി, പാപമില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ, ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധിയുടെ വചനത്തെ അനുദിനം നിന്റെ ജീവിതത്തിൽ നൽകിത്തരാൻ വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭ, ദൈവമക്കൾ കൂടി വരുന്ന ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയില് ആരുണ്ട്? ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അപ്പം അതുകൊണ്ടാണ് യേശു പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു കുറിച്ച് കാണാൻ കഴിയും. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, ഹല്ലേലൂയ, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളം വരുന്നില്ല. യഹോവയായ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കിഴക്ക് ഏദൻ തോട്ടമുണ്ടാക്കിയ വലിയ രാജ്യം, വലിയ പട്ടണം ഉണ്ടാക്കിയ സകല ഫലമൂലാദികൾ കൊണ്ട് നിറയപ്പെട്ട മനോഹരമായ ഏദൻ പർദീസയിൽ ദൈവം ആദമിനെ ഔവയാക്കിയെങ്കിലും സ്തോത്രം, തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ അവനെ പ്രേരിപ്പിക്കുവാൻ, വൃക്ഷത്തിന്റെ ഫലം കാണുവാൻ ഭംഗിയുള്ളതും ഹല്ലേലൂയ തിന്മാൻ നല്ല ഫലമുള്ളതും എന്ന് പറഞ്ഞ് പ്രലോഭനത്തിലേക്ക് ഹൗവയെ നയിച്ച് അവളെ പാപത്തിലേക്ക് വീഴ്ചതുപോലെ, ഹല്ലേലൂയ, ദൈവസഭയ്ക്കകത്ത് സാത്താൻ ഒഴുകി കയറും. പ്രവേശോ, പാപം നമ്മുടെ സഭയ്ക്കകത്ത് പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവൻ ഏദൻ തോട്ടത്തിൽ പിശാചും ഈ പിശാച് സർപ്പരൂപത്തിൽ ഏദൻ തോട്ടത്തിലേക്ക് വന്നത് എന്തിനാണ്? ദൈവം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന, ദൈവത്തിന്റെ സ്വരൂപത്തിന് സാധനം സൃഷ്ടിച്ചിരിക്കുന്ന ആദമിനെ ഔവയും വശീകരിക്കാൻ വേണ്ടി, ഹല്ലേലൂയ, ദൈവത്തിന് അടർത്തി മാറ്റി, ഹല്ലേലൂയ, അവന്റെ പിന്നാലെ നടക്കുന്നവരാക്കി മാറ്റാൻ വേണ്ടി സാത്താൻ വന്നതിനാണ്. അവൻ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും ആദമിനെ ഔവയും മോഷ്ടിച്ച് അറുത്തു മുടിച്ച് പാപത്തിൽ കൊല്ലുക എന്നുള്ളത് സാത്താന്റെ പദ്ധതിയായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിലേക്ക് സാത്താൻ കടന്നു വരുന്നത് എന്തിനാ? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ്. അങ്ങനെ സകല ജനങ്ങളും പാപത്തിൽ മരിച്ചു കിടക്കുമ്പോഴാണ് പിതാവായി ദൈവം തന്റെ ഏകജാതനായിരിക്കുന്ന പുത്രനായിരിക്കുന്ന യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, തന്റെ ഏകജാതനായ പുത്രനെ, ഹല്ലേലൂയ, തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവരെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തന്ന, ഹല്ലേലൂയ, യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയും, ദൈവവിനെ മരിച്ചവരുടെ ഉയർത്തുന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്ന റോമാലേഖനം 10:9 വായിക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ കാരണം പറഞ്ഞാൽ, ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ മനോഹരമായ പട്ടണത്തിൽ നിന്ന്, രാജ്യത്തു നിന്ന്, ഫലപുഷ്ടിയുള്ള സമ്പന്ന രാജ്യത്തിനകത്ത് ഏദൻ തോട്ടത്തിൽ നിന്ന് ആദമിനെ ഔവയും പിശാച് മോഷ്ടിച്ചു അറുത്തു മുടിച്ചു കൊണ്ടുപോയി.
പാപത്തിൽ. അങ്ങനെ പാപത്തിൽ മരിച്ചുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചെന്ന്. യേശുവിന്റെ 33 തിരുവയസ്സ് ജീവിതം വലിയ പാപമില്ലാത്ത, പാപത്തിന്റെ കറപുറലാത്ത ആമേൻ സ്വതം വലിയ ഹൗവയും ആത്മനെയും ആമയല്ല മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും പിശാചേതൻ തോട്ടത്തിൽ കയറിയതുപോലെ യേശു ക്രിസ്തു യോർദാൻ യോഹന്നാൻ സ്നാനമേറ്റ് 40 ദിവസം മരുഭൂമിയിലൂടെ യേശു നടന്നു ഉപവസിച്ചു. 40-ാം ദിവസം വിശുദ്ധ സാത്താൻ യേശുവിന്റെ അരികിൽ വന്നു. എന്തിനാ? യേശുവിനെ മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ദൈവപുത്രനായിരിക്കുന്ന യേശുവിനെ പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലൊന്ന് അപ്പമായി തീരാൻ കൽപ്പിക്കാം. ഹല്ലേലൂയ. യേശു പറഞ്ഞു, മനുഷ്യനാപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കും. ഇത് തന്നെ അല്ലേ ശ്രോതാവ് ഈ ഹൗവയോട് പറഞ്ഞത്? ഈ വൃക്ഷത്തിന്റെ തോട്ടത്തിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ട്. 3-ാം ഉൽപ്പത്തി പുസ്തകം 3 വായിക്കും കാണുന്നുണ്ട്. അപ്പൊ ഈ ഹൗവ എന്താണ്? വാസ്തവമായി തിന്നരുതെന്ന് കർത്താവ് വാസ്തവമായി കൽപ്പിച്ചിട്ട് തിന്നുന്ന ആളെ മരിക്കും. നമ്മളെ സാത്താൻ പറയില്ല, ഇത് തിന്നുന്നതിന്റെ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും. ഹല്ലേലൂയ. അന്ന് തൊട്ട് ഈ സാത്താൻ ഈ പഴം കൊടുത്ത പ്രലോഭനത്തിൽ അവയെ മോഷ്ടിച്ചറുത്ത് മുടിച്ച ആദമിനെ മോഷ്ടിച്ചറുത്ത് മുടിച്ചു കഴിഞ്ഞാൽ അന്ന് തൊട്ട് സ്ത്രീ ദൈവങ്ങൾ ഉയർന്നിരിക്കുക. അവളോട് പറഞ്ഞത് നീ ദൈവത്തെ പോലെ ആകുമല്ലേ, പിന്നെ അവളൊരു ദൈവമായിട്ടങ്ങ് മാറുക. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഞങ്ങൾ പറഞ്ഞ വേദപുസ്തകം കേട്ടോ, രക്തം ചെയ്യും. അപ്പൊ ഇത് തന്നെയാണ് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ലെന്ന് പറഞ്ഞവരെ യേശു ക്രിസ്തുവിന്റെ പേരും അവൻ അത്താന്തരം ചുമത്താൻ വന്നു. പക്ഷേ ആദമിനെ ഔവയും വശീകരണത്തിൽ അകപ്പെടുത്തി അവന്റെ അനുയായി മാറ്റിയതുപോലെ യേശു ക്രിസ്തുവിനെ അവന്റെ പിന്നാലെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. യേശു എന്താണ് പറഞ്ഞത്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. യേശു പറയും, ഞാൻ വന്നത് നിന്റെ സുഖലോരൂപമായ നിന്റെ മോഹന വാഗ്ദാനങ്ങൾ കാണുവാൻ ഭംഗിയുള്ളതും അല്ലെങ്കിൽ തിന്മാൻ നല്ല ഫലവുമുള്ള വൃക്ഷം പോലെ നീ പറയുന്ന രീതി നിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നെ പിതാവ് അയച്ചത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. ആർക്ക്? പാപത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, ദൈവകൽപ്പന ലംഘിച്ച് ദൈവവുമായി ബന്ധമില്ലാത്ത പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തിന് ജീവനുണ്ടാകുവാനും സമൃദ്ധി ഉണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് നിന്നോട് ഇടപെടുന്ന ദൂത് യേശു വന്നത് എന്തിനാണ്? നിന്നെ മോഷ്ടിച്ചറുത്ത് മുടിച്ച സാത്താന്റെ കയ്യിൽ പാപത്തിൽ നീ മരിച്ചു കിടക്കുമ്പോൾ ആ പാപത്തിന്റെ വിടിവിപ്പാൻ, നിനക്ക് ജീവനുണ്ടാകും, സമൃദ്ധിയായ ജീവനുണ്ടാകാൻ വേണ്ടി, നിത്യത നിനക്ക് നൽകാൻ വേണ്ടി, നിത്യജീവനെ നൽകാൻ വേണ്ടി പിതാവ് തന്റെ പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക മാത്രമല്ല ജീവൻ തന്ന് അവസാന തുള്ളി രക്തം വരെ തന്ന് നമുക്ക് ജീവൻ തന്നു സമൃദ്ധിയായി. ഇനി നിന്റെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കരുത്. ഹല്ലേലൂയ. ഇനി നിന്റെ ജീവിതത്തിൽ സാത്താൻ പ്രവേശിക്കരുതെന്ന്. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന് നമ്മൾ ദൈവത്തിന് വേണ്ടി ഒന്നാമത്തെ മനുഷ്യൻ ആദാം ആ ജീവവൃക്ഷത്തെ ആ ജീവവൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചപ്പോൾ അവന്റെ സ്തോത്രം, അവൻ ജീവനിൽ പെരുകും, അത് അവന് ദൈവസാദൃശ്യം പൂർണ്ണരാക്കിക്കൊണ്ടിരിക്കും എന്ന് ദൈവത്തിന് അറിയാം. അതേ നേരത്തിൽ അവൻ നന്മതിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തെ കുറിച്ച് ജാഗ്രതയുള്ളവനുമായിരിക്കണം. ഇത് രണ്ടും ആദമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞൊരു കഥ ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചതാ. ഒരു ദേവദാസൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ സഹോദരൻ പറഞ്ഞത്, എന്റെ പാസ്റ്ററെ കമ്പ്യൂട്ടറിൽ നിന്നും ദൈവദൂത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക, നാളെ എനിക്ക് പ്രസംഗിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിൽ ഞാൻ ഇങ്ങനെ നോക്കി ദൈവത്തിന്റെ ദൂതുകൾ വായിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്തുള്ളിൽ ഒരു അശ്ലീലമായ ചിത്രം പെട്ടെന്ന് എന്റെ കമ്പ്യൂട്ടറിലേക്ക് കയറി വന്നു. എന്റെ കമ്പ്യൂട്ടർ അശ്ലീലമായ ചിത്രം കയറി വന്നു. ഞാൻ പെട്ടെന്ന് അതിലേക്ക് നോക്കി. കാണുവാൻ ഭംഗിയുള്ളതായിരുന്നു, കാണുവാൻ ഭംഗിയുള്ള തിന്മാൻ നല്ല ഫലമുള്ളതുമായ വൃക്ഷം പോലെ അശ്ലീലമായ, കാണുവാൻ ഭംഗിയുള്ളത് എന്റെ ജഡത്തെ മോഹിപ്പിക്കുന്നതുമായ ഒരു അശ്ലീല ചിത്രം പെട്ടെന്ന് എന്റെ കമ്പ്യൂട്ടറിലേക്ക് കയറി വന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ അതിനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എന്റെ ഹൃദയം അതിലേക്ക് അങ്ങ് കവർന്നുപോയി. ഇവൻ പറയാണ്, ഞാൻ ഈ ദൂതൊക്കെ തയ്യാറായിക്കൊണ്ടിരുന്നു, പെട്ടെന്ന് ഈ അശ്ലീലമായ ചിത്രം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഹൃദയം പെട്ടെന്ന് കവർന്നു പോയെന്ന്. കാരണം കമ്പ്യൂട്ടർ കാണുവാൻ ഭംഗിയുള്ളതാണ്, തിന്മ നല്ല ഫലമുള്ളതുമായ വൃക്ഷം പോലെ അവന്റെ ഹൃദയത്തെ വശീകരിക്കത്തക്ക നിലയിൽ അവൻ ദൈവത്തിന് ദൂത് തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോൾ സാത്താൻ ഈ കമ്പ്യൂട്ടറിനകത്തേക്ക് കയറി വന്നു.
അവൻ അശ്ലീല ചിത്രമായിട്ട് കടന്നു വന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവന്റെ ഹൃദയത്തെ കവർന്നു കളഞ്ഞു, അവനെ കീഴടക്കി. പ്രസംഗം തയ്യാറാക്കുവാനോ കഴിഞ്ഞില്ല. പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മുമ്പിൽ വന്ന കാണുവാൻ ഭംഗിയുള്ള അശ്ലീലമായ ചിത്രത്തെ കണ്ടിട്ട് എന്ത് ചെയ്തു? അവൻ തയ്യാറാക്കിക്കൊണ്ടിരുന്ന പ്രസംഗത്തിൽ ദൂതിൽ നിന്ന് അവന്റെ ചിന്തകൾ മാറിപ്പോയി. മരം കടപുഴകി വീഴുന്നത് പോലെ അവൻ നിലത്ത് അമേലെ വീണു, കടപുഴകി വീണു. അവന് ദൂത് തയ്യാറാക്കാൻ പറ്റിയില്ല. ഞാൻ ആ ഭാഗത്തിലേക്ക് വരാൻ കേട്ടോ, നിങ്ങൾക്കുള്ള ദൂതുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. പിന്നീട് ആ ആഭാസമായ കാഴ്ചകൾ കടിമയായി തീർന്നു. അവൻ പിന്നീട് ദിനംതോറും ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ദൂത തയ്യാറാക്കാനിരിക്കുകയാണ്. അപ്പോഴെല്ലാം അവന്റെ കണ്ണുകൾക്ക് ഇമ്പമാകുന്ന ആഭാസകരമായ അശ്ലീലകരമായ അവനെ വശീകരിക്കുന്ന അനുഭൂതി ചിന്തകൾ, അനുഭൂതി ചിത്രങ്ങൾ അവന്റെ കണ്ണുകൊണ്ടും അവൻ അതിന് അടിമയായി മാറി. ഹല്ലേലൂയ. ആ പടങ്ങൾ കാണണം എന്നുള്ള ചിന്തകൾ അവന്റെ ഉള്ളിൽ വന്നു. ചിന്തയിൽ അവനൊരു ഭ്രാന്തനായി മാറി. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ദൂത തയ്യാറാക്കിക്കുന്ന ഈ പടത്തിനും അശ്ലീലമായ ആഭാസകരമായ ചിത്രങ്ങൾക്ക് അടിമയായി അവനൊരു ഭ്രാന്തനെ പോലെയായി മാറി. ഹല്ലേലൂയ. ഞാനിപ്പോൾ ദൂത് തയ്യാറാക്കുന്നില്ല, അല്പം കഴിഞ്ഞ് തയ്യാറാക്കാം, അല്പോടെ ഈ പടം കാണാനുള്ള ചിന്തകൾ കടന്നു വന്നു. ഇന്നത്തെ കാലഘട്ടത്തിലും അത് തന്നെ കേട്ടോ. ഹല്ലേലൂയ. അനുഭവത്തിൽ ദൈവമക്കൾ, ദൈവദാസന്മാർ ദൂത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിലിരിക്കും. യോഗത്തിന് ദൈവദാസന്മാർ ക്ഷണിച്ചിട്ടുള്ള യോഗത്തിന് ദൂത് പറയണം. പക്ഷേ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ട് ദൂത് തയ്യാറാക്കാൻ പറ്റില്ല. അശ്ലീലമായ ചിത്രങ്ങൾ കടന്നു വന്ന് അതിലേക്ക് ആകർഷിക്കപ്പെട്ട് ഞാൻ മുമ്പ് പറയും മരം കടപുഴകി വീണതുപോലെ വീണുപോയി. പിന്നെ ഒരു ഭ്രാന്തനെ പോലെ അവൻ സഭയ്ക്കകത്ത് വന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഡെയിലി മീറ്റിംഗ്, ആഴ്ചയിൽ എല്ലാ ദിവസവും ഓട്ടമായിരുന്നു. ആമി വീട്ടിലിരിക്കാൻ സമയമില്ല, ദൂത് തയ്യാറാക്കാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. ഞാൻ ഇവിടെ വരുന്നിടം വരെ എനിക്ക് വചനം കിട്ടിയിട്ട് ഇവിടെ വന്ന ആന്റി പ്രാർത്ഥിച്ചപ്പം കേട്ട ഒരു പ്രാർത്ഥന എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത്. ദൈവദാസൻ പ്രസംഗിച്ചൊരു വചനം ഇവരൊന്നും കിട്ടി. ഇവൻ തയ്യാറാക്കാൻ ഇരുന്നപ്പോൾ ഇവന്റെ മുമ്പിൽ ആഭാസകരമായ അശ്ലീലമായ ചിത്രങ്ങൾ കടന്നു വന്നുകൊണ്ട് ഇവൻ കടപുഴകി വീണെന്നിട്ട് സഭയിൽ വന്നിട്ട് പാമ്പ് ഇഴയുന്നത് പോലെ, സർപ്പം ഇഴയുന്നത് പോലെ ഇവൻ കിടന്ന് സഭയ്ക്കകത്ത് ഇഴകിയ. എന്താ കിട്ടുന്നത്? ഇപ്പം കിട്ടിയത് പറയുന്ന അനവധി ആളുണ്ട്. പ്രൈസ്. നിങ്ങൾക്കത് പറയാൻ വലിയ ദുഃഖം ഉണ്ടായാലൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം നിങ്ങളൊന്നും അല്ല എന്നെ വിളിച്ച ദൈവമാണ്. ഞാനിത് ചെയ്യാത്ത വ്യക്തിയാണ്. ആയിരിക്കും ഞാൻ കമ്പ്യൂട്ടർ നോക്കിയല്ല ദൂത തയ്യാറാക്കുന്നത്. നീ പഠിക്കുന്ന ദൂതുകൾ, നീ ആലോചിക്കുന്ന, നീ ചിന്തിച്ച് ധ്യാനിച്ചെടുക്കുന്ന ദൂതുകൾ നീ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നീ അതിനകത്ത് രേഖപ്പെടുത്തി വെക്കുന്നതല്ല. പക്ഷേ രേഖപ്പെടുത്തി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിനകത്ത് വരുന്ന ആഭാസ ചിത്രങ്ങളുണ്ടെങ്കിൽ അതിനെ നീ ബ്ലോക്ക് ചെയ്തിരിക്കണം. നിന്റെ ധ്യാന സമയത്ത് നിന്റെ കമ്പ്യൂട്ടർ, നിന്റെ ലാപ്ടോപ്പിനകത്തേക്ക്, നിന്റെ ടാബിനകത്തേക്ക് മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല. അല്ലെങ്കിൽ നിന്റെ ടാബിനകത്തേക്ക്, നിന്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പിനകത്തേക്ക് അശ്ലീലമായ പടങ്ങൾ വന്ന് നിന്നെ തള്ളിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അങ്ങനെയുള്ള ചിത്രങ്ങളെ നീ ബ്ലോക്ക് ചെയ്യണം. പിന്നെ ആ സാധനങ്ങളോട്ട് കയറി വരത്തില്ല. ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ ആ സഹോദരൻ പറഞ്ഞു. പിന്നെ അവനെന്ത് ചെയ്യും? ഭ്രാന്തനായി. നിങ്ങളെ കവർന്നെടുക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ ദൂത് തയ്യാറാക്കാനിരുന്ന മനുഷ്യനെ കവർന്നെടുത്തതുപോലെ നിങ്ങളെ കവർന്നെടുക്കുന്ന അനവധി സാത്താന്റെ പദ്ധതികളുമായിട്ടാണ് സഹോദരി നീ ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നത്. ഇന്നത്തെ പാട്ടുകൾ പാടുന്ന ഗായക സംഘം, ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ സഭയ്ക്കകത്ത് വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന മൊബൈലിനകത്താണ് ബൈബിൾ വായിക്കുന്നത്. ലേരിയ അവർ കൊണ്ടുവരുന്ന മൊബൈലിനകത്ത് നോക്കിയാണ് പാട്ട് പാടുന്നത്. നിങ്ങൾ പള്ളിയിലെ അച്ഛന്മാർ മൊബൈലിൽ നോക്കി പാട്ട് പാടുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും പള്ളിയിലെ അച്ഛന്മാർ അവർക്ക് സപ്പോർട്ട് ചെയ്യല്ല, കാണുന്നത് പറയാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും പള്ളിയിലെ വികാരി അച്ഛന്മാർ, ഏത് വിഭാഗത്തിൽപ്പെട്ട പള്ളിയിലെ അച്ഛന്മാർ മൊബൈൽ പിടിച്ച് പാട്ട് പാടുന്നത്, അവരുടെ പള്ളിക്കകത്ത് മൊബൈലും പൊക്കി പിടിച്ചുകൊണ്ട് പാട്ട് പാടാൻ നിൽക്കുന്ന ഗായക സംഘത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കാണില്ല. ഹല്ലേലൂയ. നിങ്ങൾ കാണില്ല. ഞാനൊക്കെ കത്തോലിക്ക കുടുംബത്തിന് വിശ്വാസത്തേക്ക് വന്നതാണ്. നിങ്ങളൊക്കെ കാണിക്കുന്നത് കാണുമ്പം ഭയങ്കര ലജ്ജയാണ്. ഞാൻ മൊബൈൽ ഉപയോഗിക്കത്തില്ല, സഭായോഗത്ത് ഒരു കാര്യത്തിൽ ഉപയോഗിക്കത്തില്ല. നിനക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല ടാബ് വലിപ്പമുള്ള, പണ്ട് പള്ളിക്കൂടത്തിൽ പിള്ളേർ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ച സ്ലൈറ്റ് എന്നുള്ള സാധനമുണ്ട്. സ്ലൈറ്റ് വലിപ്പത്തിലുള്ള ടാബുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത്രയും വാങ്ങാൻ വേണ്ടി കാലുകളായിട്ട് പ്രാർത്ഥിക്കും. ഇതിനെ മേടിക്കാൻ പറ്റില്ല, ഇതിനെ കുറെ മെസ്സേജുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി. അത് നീ മേടിച്ചാൽ പോലും അതിനകത്ത് പാട്ടുകൾ, അതിനകത്ത് മെസ്സേജ് തയ്യാറാക്കിയാൽ പോലും അതിനകത്ത് അശ്ലീലമായത് വരാതിരിക്കാൻ വേണ്ടി അതിനെ ബ്ലോക്ക് ചെയ്തിരിക്കണം. അതിനകത്ത് ഈ വാട്സപ്പും അല്ലെങ്കിൽ ഫേസ്ബുക്കും ഇന്റർനെറ്റും ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ മെസ്സേജ് കയറ്റി വെക്കരുത്. ഹല്ലേലൂയ.
നിനക്ക് പ്രസംഗത്തിന് നിന്റെ പ്രസംഗം ലോഡ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം, സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം. അത് മൊബൈൽ പാടില്ല. താനും വിളിക്കുന്ന സിം ഇട്ടുകൊണ്ട്, നീ മറ്റുള്ള വിളിക്കുന്ന സിം ഇട്ടുകൊണ്ട് മറ്റുള്ളതെല്ലാം ആഡ് ചെയ്ത് വെച്ച ഫോണുമായിട്ട് നീ സഭയ്ക്കകത്ത് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ സഭയ്ക്കകത്ത് കവർന്നെടുക്കുന്ന ഒരു ദുഷ്ടശക്തിയാണ്. നിങ്ങളെ മോഷ്ടിപ്പാനും വെറുപ്പാനും മുടിപ്പാനും നിങ്ങൾക്ക് കരങ്ങളിൽ തന്നിരിക്കുന്ന ഒരു അന്ധകാരമാണ് ഈ മൊബൈല്. നല്ലതിന് ഉപയോഗിക്കണം കേട്ടോ. അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അല്ലേലിയ, നിങ്ങളുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങളെ കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പാട്ടുപാടാൻ നിൽക്കുമ്പോൾ, ഗായക സംഘം പാട്ടുപാടാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ നോക്കി ഏതാണ്ട് വലിയ ഗൗരവത്തിൽ നിൽക്കുന്നവര്, ഗമയെ നിൽക്കുന്നവര് ഇതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ വലിയ അഭിമാനമുള്ളതുപോലെ. ഒരു അഭിമാനമില്ല പ്രിയരെ. ഭൂമി മാത്രമേ നിനക്ക് അഭിമാനം, ദൈവസം നിനക്ക് ഒരു വിലയുമില്ല. നീ മോഷ്ടിക്കപ്പെട്ടവൻ, അറക്കപ്പെട്ടവൻ, നീ മുടിക്കപ്പെട്ടവന്. ആദമേ യൗവയും മോഷ്ടിച്ച് അറുത്തും മുടിച്ചതുപോലെ സാത്താൻ നിന്നെ മോഷ്ടിച്ച് അറുത്തും മുടിച്ച്. അതുകൊണ്ടാണ് നീ വേദപുസ്തകം മാറ്റിവെച്ചിട്ട് നല്ല പാട്ടുകളുടെ അനവധി പുസ്തകങ്ങൾ എഴുതി, പാട്ടുകൾ നല്ല ബുക്ക് നോട്ടിൽ എഴുതിയിട്ട് പണ്ടത്തെ കാലത്തെ പോലെ, ഈ മൊബൈൽ ഇറങ്ങുന്ന കാലത്ത് അതിനെ മുമ്പത്തെ പോലെ തന്നെ നീ അത് എഴുതി തയ്യാറാക്കി വന്ന് സ്റ്റാൻഡ് വെച്ച് പാടണം. അല്ലെ സ്റ്റാൻഡിലെ പാട്ടുപുസ്തകം വെച്ചിട്ട് പാടണം. അല്ലാതെ ഈ പാട്ടുപെട്ടിയും പിടിച്ചോണ്ട്, കിന്നാരം പെട്ടിയും പിടിച്ചോണ്ടല്ല നീ പാടേണ്ടത് കേട്ടോ. അതിനകത്ത് നീ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് വരും. അതിനകത്ത് നീ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അല്ലെ നിന്റെ കോളുകൾ വരും. അതിനകത്ത് നീ പാടികൾ അശ്ലീലമായത് കയറി വരും. അപ്പം നിന്റെ ചിന്ത അതിലേക്ക് പോകും. മുമ്പ് മെസ്സേജ് തയ്യാറാക്കിക്കൊണ്ട് മനുഷ്യന്റെ കൺമുമ്പിൽ അശ്ലീലമായ ചിത്രം വന്നതുപോലെ നിന്റെ ശ്രദ്ധ അതിൽ തെറ്റിച്ചു കളയും പിശാച്. അല്ലേറിയ, നിന്റെ പാട്ടിനകത്ത് അഭിഷേകത്തിൽ ആരാധിപ്പാൻ കഴിയുന്ന അതിന്റെ പോതി പാട്ട് പാടുന്നവർക്ക് അഭിഷേകമില്ല, അന്യഭാഷയില്ല. അവരിങ്ങനെ പാടുന്നുള്ളതേ അവര് പണം ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടി തൊഴിലാണ്. അഭിഷേകമുള്ള പാട്ടുകാർ കുറവ്. ഇനി അഭിഷേകമുള്ള പാട്ടുകാർ പാടാൻ വന്നാൽ അവരും മൊബൈൽ നീക്കിക്കളയണം. പഴയ രീതിയിലേക്ക്, പണ്ടത്തെ കാലത്തിലേക്ക് മടങ്ങി വരണം. നിന്റെ പാട്ടുപെട്ടി കാണാനല്ല സഭയിൽ ആൾക്കാർ വന്ന് നിന്നിൽ ആത്മാവിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ നിറവുള്ള പാട്ടുണ്ടല്ലോ, ആത്മാവിന്റെ ഫലത്താൽ നിന്റെ ദൈവം നിറച്ച പാട്ടുകളുണ്ട്. അത് ആത്മാവിന്റെ ഫലത്തിൽ തന്നെ പാടി ദൈവമക്കൾക്ക് അത് കൊടുക്കുമ്പോഴാണ് ദൈവജനം ആത്മാവിൽ ആരാധിക്കുന്നു, ആത്മാവ് നിറയപ്പെടുന്നു, അഭിഷേകത്തിന്റെ ശക്തി ഇറങ്ങുന്നതും ജനം അന്യഭാഷ നിറയപ്പെടുന്നതും ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുന്നു. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ ആത്മാവിന്റെ ഫലങ്ങളാകുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അത് നീ അതേ രീതി പണ്ടത്തെ പിതാക്കന്മാർ ചെയ്തുപോലെ ചെയ്യണം. അല്ലാതെ ഈ പെട്ടിയും പിടിച്ചോണ്ടല്ല സ്വഭാവം വരേണ്ടത്. നീ എത്ര നീ ഇതിന് താഴോട്ട് എത്ര കമ്മിറ്റ് ഇട്ടാൽ, നീ എത്ര ചീത്ത പറഞ്ഞാലും എന്നെ സംബന്ധിച്ചൊന്നുമില്ല കേട്ടോ. പറയുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭാ നേതൃത്വത്തെ കണ്ടില്ല. സഭയുടെ വലിയ ഉന്നതന്മാര്, സെൻട്രൽ പാസ്സാണ്, സെക്ഷൻ പാസ്സാണ്, സെക്രട്ടറിയാണ്, പ്രസിഡന്റാണ്, ട്രഷററാണ് എന്ന് വേണ്ട എന്തെല്ലാം വേണമെങ്കിലും സഭയ്ക്കകത്തുണ്ടല്ലോ. അവരെല്ലാം ഇങ്ങോട്ട് ഫുൾ പിറ്റി കയറിയിരുന്ന ടീം മൊബൈലും പിടിച്ച് വെച്ച് 24 മണിക്കൂർ യോഗം തുടങ്ങുമ്പോൾ തൊട്ടുള്ള ഫോൺ വിളിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് നോക്കുക മെസ്സേജ്. നിന്നെ മോഷ്ടിപ്പാനും വറുപ്പാനും മുടിപ്പാനും പിശാച് വന്ന് നിന്നെ മോഷ്ടിച്ച് അറുത്ത് മുടിച്ച് നിന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെടുത്തിയിട്ടാണ് നീ സഭയുടെ പുൾപിറ്റിനകത്ത് ഇരിക്കുന്നത്, പ്രസംഗിക്കുന്നത്. അതുകൊണ്ടാണ് നീ ഫോൺ വിളിക്കുന്നത്. നിന്റെ ഉള്ളിലെ ആത്മാവിന്റെ ഫലം നഷ്ടപ്പെട്ടു. ആത്മാവിന്റെ ഫലം നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും നിന്റെ സഭായോഗത്തിനിടയ്ക്ക് ശുശ്രൂഷയ്ക്കകത്ത് നീ മൊബൈൽ ഉപയോഗിക്കത്തില്ല. ആത്മാവിൽ മരിച്ചുപോയി, നീ പാപത്തിൽ മരിച്ചുപോയി നീ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ നശിപ്പിക്കുന്ന അല്ലേലൂയ, അല്ലേലൂയ. അപ്പം പാട്ടുകൾ പാടുമ്പോൾ ഒരു വേദവാക്യം വായിക്കാൻ പറയുമ്പോൾ ഒരിക്കലും എന്റെ സഭയിൽ മലപ്പുറത്തുള്ള സഹോദരൻ, അല്ലേ മലപ്പുറത്തുള്ള സഹോദരൻ കേട്ടോ, ആ സഹോദരയുടെ ചേറ്റുമായി ടൈൽസ് വർക്കിന് വന്നു. കുറേ ദിവസങ്ങളുടെ സഭയിൽ വന്നു. അല്ലേലൂയ. സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഞാൻ സഭയ്ക്കകത്ത് കർശന നിലപാടാണ് കേട്ടോ. ഇനി ആരും വന്നാലും വന്നില്ലേലും ഒരു കുഞ്ഞു വലിയവരും മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതെത്ര വലിയ പുള്ളിയായിരുന്നാലും, എത്ര വലിയ കൊടിയ നിലയിൽ വലിയ ഉന്നതാധികാരത്തിരിക്കുന്ന പാസ്റ്റർ വന്നാലും ഞാൻ ആരാധിക്കുന്ന സഭയ്ക്കകത്ത് മൊബൈൽ പറ്റത്തില്ല. ഇഷ്ടമുള്ള വന്നാൽ മതി. ഇല്ല നിനക്ക് അങ്ങനെയുള്ള സഭയിലേക്ക് പോകാം. മോഷ്ടിപ്പാനും വെറുപ്പാനും അല്ലെങ്കിൽ മുടിപ്പാനും പിശാചുള്ള സഭയുണ്ട്, നീ അതിനകത്ത് നോക്കൂ. അല്ലേരിയ. അങ്ങനെ ഈ സഹോദരൻ വന്നു കഴിഞ്ഞപ്പോൾ അല്ലേരിയ, ഞാൻ ഇവിടുത്തെ എല്ലാ ദൈവമക്കൾക്കും വായിക്കും ഒരു 5-6 ബൈബിളൊക്കെ എടുത്തിവിടെ വെച്ചിട്ടുണ്ട്. കാരണം ബൈബിളില്ലാതെ ചിലർ കൊണ്ടുവരത്തില്ല. അഭിമാനം നോക്കി ചിലർ ബൈബിൾ കൊണ്ടുവരത്തില്ല. കാരണം ഈ ബൈബിൾ പിടിച്ചോണ്ട് വരുന്നുണ്ട്. അയ്യോ നീ കറുത്ത പുസ്തകം പിടിച്ചോണ്ട് അങ്ങോട്ട് പോവാൻ, ഞാൻ സഭായോഗത്തിന് പോകാനുള്ള മട്ടി കൊണ്ട് ഇവനിങ്ങനെ തലമുടിയൊക്കെ ഇങ്ങനെ ഈ കുന്തം പോലെ വെച്ചോണ്ട് ഈ സൈഡിലെല്ലാം വെട്ടി ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ കുന്തം പോലെ വെച്ച് ഇങ്ങനെ എപ്പോഴും ത്രോട്ടും തലമുടിയൊക്കെ ചില ഭാഷം കാണത്തില്ല, ചെല്ലയൊക്കെ കാണത്തില്ലേ, കണ്ടാൽ തന്നെ അറയ്ക്കും. അവന്റെ മുഖത്ത് നോക്കിയാൽ അവന്റെ ഉള്ളിൽ കിടക്കുന്ന പിശാചിനറിയാം.
അങ്ങനെ സഭയെ പോസ്റ്റായിട്ട് വന്ന് ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കുന്ന കുറെ എണ്ണത്തിനെ കാണല്ലേ? അല്ലല്ലയ, അങ്ങനെയുള്ളൊരു ബൈബിളുമായിട്ട് വരത്തില്ലെന്നേ. അവർക്ക് അഭിമാനക്കുറവാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാൻ, നമ്മുടെ ആദ്യ പിതാക്കന്മാർ ഈ നമ്മൾ ചുമക്കുന്നതിനേക്കാൾ എത്രയും വലിയ ബൈബിൾ ദിവസങ്ങൾ ചുമന്നാണ് ദൈവത്തെ ആരാധിച്ചത്. അല്ലെങ്കിൽ എനിക്ക് ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവം സാക്ഷി ഞാൻ വായിച്ചിട്ടുണ്ട്. പലരുടെയും പ്രസംഗത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നീ ഇന്നെന്താ കൊണ്ടുവന്ന ഒരു മൊബൈൽ? അങ്ങനെ മൊബൈൽ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ഞാൻ ബൈബിൾ എടുത്തു വെച്ചു. അപ്പൊ ചില സഭായോഗത്തിനകത്ത് മൊബൈൽ നോക്കി ആ മൊബൈൽ നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എന്നെ ചീത്ത പറഞ്ഞ് സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കുടുംബം. മൊബൈലിൽ നിങ്ങൾ നോക്കരുത്, മൊബൈൽ വായിക്കരുത്, മൊബൈൽ നോക്കാൻ പാടില്ലെന്ന് പറഞ്ഞതിന് എന്നെ സഭയ്ക്കാൻ ഒരു കുടുംബം ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഭയങ്കര ചീത്തയൊക്കെ പറഞ്ഞ് സഭാവിശ്വാസത്തിലൊക്കെ ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെ വേറെ സഭ മൊബൈൽ നോക്കരുത് പറഞ്ഞുകൊണ്ട് അവരിപ്പോൾ എന്നോട് ഇഷ്ടമില്ല. അല്ലേ? അപ്പൊ ഈ മലപ്പുറത്തൊന്നും തോന്നുന്ന ഈ ടൈൽസ് പണിയാണല്ലോ മൊബൈല് സഹോദരൻ ഉപയോഗിക്കുന്നത്. ബൈബിൾ എടുത്ത് നോക്കാൻ പിന്നെ അദ്ദേഹം വന്നിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തെ മൊബൈൽ നോക്കാൻ പറ്റുന്ന സഭയുണ്ടെന്നേ. പുള്ളി പിന്നെ അങ്ങോട്ട് പോയി. വളരെ നല്ലതാണ്. നിന്റെ ശല്യം ഇവിടെ ഉണ്ടാകത്തില്ല. നമ്മൾ ആരും നഷ്ടപ്പെടുത്തില്ല, നീ അത് ഉപയോഗിക്കുന്നു. അപ്പം നിങ്ങളുടെ മനസ്സിനെ കവർന്നെടുക്കുന്ന കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോരോ അശ്ലീലമായ ചിത്രങ്ങൾ നിന്റെ മൊബൈലിനകത്ത് കയറി വരും ശ്രോതാവേ. അല്ലേരിയ, അത് നീ ഈ മൊബൈൽ പിടിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോൾ അല്ലേരിയ സ്തോത്രം വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടറായാലും ഇന്റർനെറ്റ് ആയാലും ഫേസ്ബുക്ക് ആയിരുന്നാലും വാട്സപ്പ് ആയാലും ഇൻസ്റ്റഗ്രാം ആയാലും മെസ്സഞ്ചർ ആയിരുന്നാലും എന്ന് വേണ്ട എല്ലാ കടച്ചാതിയും കൂടെ നിറയപ്പെട്ട് നിൽക്കുന്നതാണ് മൊബൈൽ. അതും പിടിച്ചുകൊണ്ട് നീ തോട്ടത്തിനകത്ത് വരും. ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് നീ വരരുത്. ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് യേശു ക്രിസ്തുവാകുന്ന ജീവവൃക്ഷമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് നീ തോട്ടത്തിലേക്ക് വരുമ്പോൾ നീ ഈ കച്ചറ മാറ്റി വെക്കണം. അഥവാ നീ കൊണ്ടുവന്ന് അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ലേരിയ സ്തോത്രം. പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടിയാലും എന്നെ സംബന്ധിച്ചൊന്നുമില്ല. പ്രൈസലോ. ഞാൻ ഇക്കാര്യത്തിലൊക്കെ വളരെ 100% അത് പാലിക്കുന്നവനാണ്. എനിക്ക് ബൈബിൾ പിടിക്കും ഊറ്റില്ല ചെയ്യില്ല. ഞാൻ പിടിക്കുന്ന ഒരു വലിയ ബൈബിളാണ്, ഒരു മുഴുത്ത ബൈബിളാണ്. എല്ലാവർക്കും കാണത്തക്ക രീതി എല്ലാവർക്കും മനസ്സിലായി ഞാൻ ബൈബിൾ പിടിക്കുന്ന ആളാണ്, ബൈബിൾ കൊണ്ടു നടക്കുന്ന ആളാണ്, ബൈബിൾ ചുമക്കുന്ന ആളാണ്, ബൈബിൾ പ്രസംഗിക്കുന്ന ആളാണ്. ഇത് പിടിക്കാൻ എനിക്കൊരു അഭിമാനക്കുറവൊന്നുമില്ല. അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നിലയിലൂടെയാണ് ഞാൻ ബൈബിൾ ഉപയോഗിക്കുന്നത്. എനിക്കൊരു ലജ്ജയില്ല കേട്ടോ എതിരെ കൊണ്ടുപോകുന്നതിനും. അല്ലേ? മടങ്ങി വരണം. അപ്പം കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ ഫലമുള്ളതുമായ അനവധി അശ്ലീലമായ ചിന്തകൾ നീ ഉപയോഗിക്കുന്ന മൊബൈലിനകത്തിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വരും. നീ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ, വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ, സഭയ്ക്കകത്ത് വന്ന് സഹോദരമായ യുവതി യുവാക്കന്മാർ സഭയ്ക്കകത്ത് പാസ് പ്രസംഗം ആത്മീയ ആരാധന ശക്തമായി തീ കത്തുമ്പോഴാണ് കവിതാക്കൾക്ക് മെസ്സേജ് കൈമാറുന്നത്. പ്രൈസലോ. ഇടയ്ക്ക് ഇങ്ങനെ പാസ് കണ്ണടയ്ക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സഭയിൽ പാസ്റ്റർമാർ കണ്ണടയ്ക്കാൻ പറ്റില്ല. കാരണം കണ്ണടച്ചവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. കണ്ണടച്ച് പ്രാർത്ഥിച്ചു പോയെങ്കിൽ അപ്പോൾ തന്നെ യുവാക്കന്മാർ ഈ സഹോദരന്മാർ മൊബൈൽ തോണ്ടാൻ തുടങ്ങും. പിന്നെ അവിടെ സഭയ്ക്കകത്ത് മെസ്സേജ് അയക്കുന്നേ. കാണാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ മെസ്സേജുകൾ ചിത്രങ്ങൾ നിന്റെ മൊബൈലിൽ കൂടെ നീ കൈമാറുമ്പോൾ നിന്നെ നടത്തുന്നത് സാത്താൻ. ഏതൻ തോട്ടത്തിൽ കയറുന്ന ആദമിനെ ഔവയും മോഷ്ടിച്ച് അറുത്തു പിടിച്ച സാത്താനാണ് നിന്റെ ഉള്ളിൽ വസിക്കുന്നത്. നീ മടങ്ങി വരണം. നിന്റെ നന്മ നിന്റെ അനുഗ്രഹം തടസ്സപ്പെട്ടെന്ന് ദിവസം ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മറുപടി എൻ്റെ കുടുംബത്തെ നന്മയിലെ രോഗം മാറുന്നില്ല, കഷ്ടത മാറുന്നില്ല. പാസ്റ്ററുകൾ കൃപയില്ല. പാസ്റ്ററെ മാറ്റണം. പാസ്റ്റർ ഇരിക്കുന്നത് ശരിയല്ല. പാസ്റ്റർ ശുശ്രൂഷ അവസാനിച്ച് പിന്നെ അടുത്ത പ്രവാചനം വിളിച്ചു, ഞങ്ങളുടെ പാസ്റ്റർക്ക് ശുശ്രൂഷയുണ്ടോ? ഞങ്ങളുടെ പാസ്റ്റർക്ക് ദൈവമുണ്ട്, ഇവിടെ ഇരിക്കണോ? നിന്റെ ഉള്ളിൽ പിശാച് കയറി കിടന്നിട്ട് നിന്റെ നന്മകൾ തകർന്നിട്ട് നീ പാസ്റ്റർ സഭയെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. ശാപമാണ്. ശാപം നിന്റെ കുടുംബത്തിൽ വിട്ടുമാറത്തില്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. അപ്പം ദൈവകൽപ്പന ലംഘിച്ചു, ദൈവത്തിന്റെ പ്രമാണങ്ങൾക്ക് ലംഘനം വരുത്തി ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ട് സാത്താന്റെ പ്രലോഭനത്തിനകത്ത് തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം അലരിയ ഹൗവ മേടിച്ച് കഴിച്ചപ്പോൾ എന്ത് ചെയ്തു? അവിടെ കണ്ണുകൾ തുറന്നു. അവൾ നഗ്നയായി തീർന്നു. തന്റെ ഭർത്താവിനും കൊടുത്തു. അതുകൊണ്ട് സാത്താൻ ഏതൻ തോട്ടത്തിൽ ആദവിനെ മോഷ്ടിച്ചറുത്തും പിടിച്ചു. ആ പാപത്തിൽ മരിച്ചു കിടക്കുന്ന നിന്നെ വീണ്ടെടുപ്പാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്.
പറഞ്ഞത് ആമേൻ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നു അത്രയും ഞാൻ വന്നിരിക്കുന്നു. കർത്താവ് യേശു ഭൂമിയിലേക്ക് വന്ന് ആമീൻ കർത്താവിന്റെ തന്റെ ആമേൻ 33 തിരുവീസി ഭൂമി ജീവിച്ച് 3 വർഷത്തിന്റെ പരിശുശ്രൂഷയിൽ തുടർന്ന് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ പരിശുദ്ധന്മാരെ സഭയ്ക്ക് നൽകി ഇന്ന് പുതിയ നിയമസഭ ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് ജീവവൃക്ഷമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. ഇവിടെ സഭയ്ക്കകത്ത് ആരായിരിക്കുന്ന യേശു ഉണ്ടായിരിക്കണം. പല സഭയിലും യേശുവില്ല, വഴക്ക പ്രശ്നമ അല്ലേരിയ. സാത്താൻ നമ്മുടെ സഭയെ നയിക്കരുത് കേട്ടോ. സാത്താന്റെ സഭയല്ല ദൈവസഭ, സാത്താന്റെ പാർപ്പിടമല്ല ദൈവസഭ. സാത്താൻ വസിക്കുവാനല്ല ദൈവത്തിന്റെ മന്ദിരമായി നിന്നെ വേർതിരിച്ചതും അല്ലേരിയ. ദൈവത്തിന്റെ മന്ദിരമായി ദൈവത്തിന്റെ തോട്ടമാകുന്ന നീ ആരാ? ദൈവത്തിന്റെ മന്ദിരം നീ, ദൈവത്തിന്റെ തോട്ടം നീ. ദൈവം വസിക്കുന്ന ജീവവൃക്ഷമായ ക്രിസ്തു വസിക്കുന്ന നിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിനകത്ത് പ്രലോഭം കാണുവാൻ ഭംഗിയുള്ളൂ. ഇപ്പം കാണുവാൻ ഭംഗിയുള്ളൂ. ഏത് കടയിൽ ചെന്നാലും ഏത് പരസ്യം നോക്കിയാലും ഞാൻ TV തുറന്നു നോക്കി കഴിഞ്ഞാൽ, മൊബൈലിൽ നോക്കി കഴിഞ്ഞാൽ കാണുവാൻ ഭംഗിയുള്ള അനവധി ചിത്രങ്ങൾ വരുമെന്നേ. തിയേറ്ററിനെ പഠിക്കില്ല, അല്ലെങ്കിൽ കാണുവാൻ ഭംഗിയുള്ള ബീവറേജിന് മുമ്പിലും കള്ളുഷാപ്പിന് മുമ്പിലും ബാറിന് മുമ്പിലും കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല കുടിച്ചാൽ നല്ല രുചിയുള്ളതുമായി വിവിധ തലത്തിലുള്ള വിഷം കലർത്തിയ മദ്യങ്ങൾ കൊണ്ടത്തരും. അനവധി വീടുകളിൽ കൊണ്ടുവെക്കും. അല്ലേലിയ. കാണുവാൻ ഭംഗി. അയ്യോ എന്ത് നല്ല നിറമുള്ള കുപ്പി, എന്ത് നല്ല നിറമുള്ള എന്ത് നല്ല സ്വാദുള്ള, അത് നല്ല സാധനമായിരുന്നു കേട്ടോ. ഞാനൊക്കെ പറഞ്ഞിട്ടുള്ള നിന്നെ പിശാചാണ് നടത്തുന്നത്. മാനസാന്തരത്തോട് മടങ്ങി വരണം. നിന്നെ അശ്ലീലമായ ജീവിതത്തിലേക്ക് നിന്നെ നയിക്കുന്നത് പിശാച. അതുകൊണ്ട് നീ വിശുദ്ധ ബൈബിൾ കരങ്ങളെടുത്ത് ഉയർത്തിപ്പിടിക്കണം. ബൈബിൾ നീ എടുത്ത് ഉയർത്തിപ്പിടിച്ച് എന്നെ രക്ഷിച്ച വചനം, എന്നെ രക്ഷിച്ച പുസ്തകം, എനിക്ക് ജീവൻ തന്ന, നിത്യജീവൻ തന്ന, സന്തോഷം, സമാധാനം, പാപത്തിനെ വിടുവിച്ച് എന്നെ വിലയ്ക്ക് വാങ്ങിയ, എനിക്ക് വേണ്ടി ജീവൻ തന്ന, അവസാനത്തുള്ളി രക്തം വരെ തന്നതിനെ സ്നേഹിച്ച യേശു ക്രിസ്തുവിന്റെ വചനം ഞാൻ ഉയർത്തിപ്പിടിക്കാൻ ലജ്ജയില്ലെന്ന് പറഞ്ഞ് നീ വിശുദ്ധ ബൈബിൾ ഉയർത്തിപ്പിടിക്കണം. ഹല്ലേലൂയ. രക്തം ചെയ്യും. നമ്മൾ ദൈവത്തിലേക്ക് വരട്ടെ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. എന്താണ് വായിച്ച വചനം? ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. 9-ാം വാക്യം. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ എല്ലാത്തരം വൃക്ഷങ്ങളും തോട്ടത്തിന്റെ നിലവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്തുനിന്നും മുളപ്പിച്ചു. ഹല്ലേലൂയ. ദൈവകൽപ്പന. തോട്ടത്തിന്റെ നിലയിൽ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞ തിന്നരുത്. ഹല്ലേലൂയ. അല്ലെ നന്മ ദൈവം നമ്മോട് പറഞ്ഞാൽ അത് പിശാച് തിന്മയാണ് ചെയ്യുന്നത്. ദൈവകരങ്ങൾ ഒരിക്കലും തിന്മയിലെല്ലാം നന്മയാണ്. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന മാതാവ് കണ്ണുകളടച്ചാട്ട് പാപത്തിന്റെ വഴിവിട്ട് മടങ്ങി വാ. മാനസാന്തരപ്പെട്ട് നിന്റെ അനുഗ്രഹം തടസ്സമായി നിൽക്കുന്ന നിന്റെ ജഡത്തിന്റെ പ്രവൃത്തികളെ വിട്ട് നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിന് വിലയുള്ള സുവിശേഷം നിന്റെ ഹൃദയത്തിൽ നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ. ആദമിനെ യഹോവ വശീകരിച്ച അറുത്തം മുടിച്ച് കൊന്ന പിശാചിന്റെ കൈ നീ വീടുകളുടെ കാതിൽ നീ മടങ്ങി വന്ന് യേശു ക്രിസ്തു ജീവവൃക്ഷത്തിലൂടെ നിത്യജീവനെ പ്രാപിക്കണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കേരളത്തിലെ 3.25 കോടി ഞങ്ങൾ തലമുറകൾ എണ്ണത്തിൽപ്പെടുന്ന അവസാനം തൊഴിലാളി ഇന്ത്യയുടെ 29 അവസാനം 7 കേന്ദ്രങ്ങളായി 145 കോടി ജനം, 7 ഭൂഖണ്ഡങ്ങളിൽ 800 കോടി ജനത്തിനായി ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തയിൽ വൃത്തരശന യാച ഓർമ്മ ചോട്ട ഇവ തടവറിലായിരിക്കുന്ന എല്ലാ കർത്താവ് ആദിവാസി ട്രൈബിലെ എല്ലാ ഗോത്ര വിഭാഗങ്ങളും എല്ലാ ദ്വീപവാസികളെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കോട്ടായിരത്തി വരെ പാർക്കുന്ന എല്ലാ മനുഷ്യരെയും കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പിശാച് സകല മനുഷ്യന്റെ മനം കവർന്ന്, മനസ്സ് കവർന്ന്, ഹൃദയം കവർന്ന് ഏത് തോട്ടത്തിൽ ആദമേ യഹോവ വശീകരിച്ച പിശാച് സകല ജനത്തെ വശീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിൽ മരിച്ചു കിടക്കുന്ന ജനത്തെ വീണ്ടെടുപ്പാൻ ഹല്ലേലൂയ യേശു ക്രിസ്തു ഭൂമി വന്ന് യേശു ക്രിസ്തുവിലൂടെ ജനം നിത്യജീവനെ പ്രാപിച്ച് വീണ്ടെടുപ്പ് പ്രാപിപ്പാട്ടയാകണമേ. തോട്ടത്തിന്റെ ജീവവൃക്ഷം ഉണ്ടായിരുന്നിട്ടും അതേ ലംഘിച്ച് ദൈവത്തെ ലംഘിച്ച് മാതവും ഹല്ലേലൂയ പിശാചിന്റെ വാക്കിന് ചെവി കൊടുത്തതുപോലെ ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയ്ക്കകത്ത് ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുത്തി ഇന്നത്തെ കാലത്ത് ദൈവജനത്തെ ഈ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിന്റെ അശ്ലീലമായ ജീവിതം പിശാച് കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെ ദൈവത്തിന്റെ മന്ദിരമായി ദൈവത്തിന്റെ തോട്ടമായി വിളിച്ചു വരുന്ന ദൈവ മക്കൾ ഓരോരുത്തരെയും പിശാച് പാപത്തിൽ വീഴ്ത്തുമ്പോൾ ഇതുപോലെ കർത്താവ് ജനത്തിൽ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് വിശുദ്ധീകരണം പ്രാപിപ്പാൻ ഈ ജനത്തെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ വരെ ഏറ്റവും ആസനമായിരിക്കും കാലഘട്ടത്തിൽ കർത്താവ് ജനം മടങ്ങി വരട്ടെ, മാനസാന്തരപ്പെടട്ടെ. സകല മുഖത്ത് എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.